പക്ഷെ വേണ്ട വേണ്ടേ വേണ്ട. പിന്നെന്താ വേണ്ടേ? ഇതൊന്നും വേണ്ട. വിളിച്ചിട്ടാണ് ഈ വിളി വിളിക്കുന്നത്. അതിന് മോൻ്റെ വർത്താനം കേട്ടിട്ട് മോന്തയ്ക്ക് ഒന്നാട് കൊടുക്കാൻ തോന്നിക്ക്. ഞാനെന്താ പറഞ്ഞേ? മാത്രം പറ്റിക്കുള്ളൂ. ഒറ്റക്കിരുന്ന് പേടിയായോ? അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പോൾ അവൻ്റെ വർത്താനം കേട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ 7 മണി എങ്ങനെയാവുന്നു വരാൻ? 10 മണി ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ് കാഴ്ച തുടങ്ങാൻ ചെയ്യുക എന്നൊക്കെ നമ്മള് അമ്മ ആസ്പത്രിയിൽ പോകാൻ തുടങ്ങാണ്. അമ്മയും അച്ഛനും ആസ്പത്രിയിൽ പോകാൻ തുടങ്ങാനേ. പോണ്ടോ? ഇല്ല, വാവ സ്കൂളിലേക്ക് പോകും, അച്ഛനും അമ്മയും ആസ്പത്രിയിൽ പോകും. എന്നിട്ട് വൈകുന്നേരം അച്ഛനും അമ്മയും വാവനെ കൂട്ടിക്കൊണ്ട് പോകും. പോരും. എന്നിട്ട് രണ്ടാളും കൂടി വന്നിട്ട് നമ്മള് മാമു കഴിക്കാം. അപ്പക്ക് ഇത് നമ്മളിപ്പോ പഞ്ഞു പോടും. ഏത് മാമു? ഏത് മാമു കഴിക്കാനാ പോണു? മാമു ബിരിയാണി കഴിക്കാം. കഥ ഉണ്ടാക്കന്നെയാണല്ലേ. ബിരിയാണി മാമു വേണോ ചത്തിന്? വന്നിട്ട് കഴിക്കാം. ഓ എന്നാ ശരി, വാങ്ങിക്കാം. അപ്പക്ക് ഈ കാലിന്റെ പഠിച്ചെടുക്കാം. പറിച്ചെടുക്കൂലേ? അപ്പക്ക് ഈ കാലം ഉണങ്ങിയിട്ടുണ്ടോ? സ്കൂളിൽ ഫാനുണ്ട്. ആ ഫാനിന് കാച്ചുകൊണ്ട് അത് ഉണങ്ങി വരും അല്ലേ? എന്നിട്ടാണ് ഉണങ്ങി വരുമ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഠിച്ചെടുത്താലും അപ്പൊ എനിക്കില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ രാവിലെ വാവക്കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണ്. കൊണ്ടാക്കി നേരെ തിരിച്ച് വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ പോകണം. അമ്മുവിൻ്റെ ഒരു റിവ്യൂ ഉണ്ട്. ചുമപ്പളും മുഴുവനായിട്ട് മാറിയിട്ടില്ല. അപ്പം ഒന്നും കൂടി ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വാവക്കുട്ടീനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം. ചെറിയൊരു ഔട്ടിങ്, ചെറിയൊരു എന്താ പറയുക, ഫുഡൊക്കെ കഴിക്കണം എന്ന് പറയുന്നുണ്ട് വാവക്കുട്ടി, ബിരിയാണിയൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. എല്ലാം കഴിഞ്ഞൊരു രാത്രി അവരാവട്ടോ തിരിച്ചെത്താൻ. നിങ്ങൾ ഫീലിംഗ് അടിച്ചിട്ട് ഇരിക്കരുത്, ഞങ്ങൾ വരും നേരത്തെ തന്നെ, വല്ലാണ്ട് വൈകില്ല. ഓക്കെ? 10 മണിയൊന്നും ആവില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണ്ടേ, എനിക്ക് വയ്യനെ. ഞങ്ങളൊരു 6:30 ആകുമ്പോഴേക്ക് എത്തും. കാരണം എന്താ, 7 മണിക്ക് അമ്മൂന് ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ നടത്തിക്ക് അല്ല, അതുകൊണ്ടാണ് വേഗം വരുന്നത്. അല്ലെങ്കിൽ 10 മണിയാവും. അപ്പൊ ഞങ്ങള് കറക്റ്റ് സമയത്ത് കൂടെ കറങ്ങാൻ പോവാണ്. മനസ്സിലായി. കുഞ്ഞൻ പറയാം ബിരിയാണി വേണമെന്ന്. അതന്നെ. അപ്പൊ പാവത്തിന് മേടിച്ചു കൊടുക്കണ്ടേ. 2 പേര് ഇറങ്ങിയിരിക്കുകയാണ്. എന്താ ഇത്, ഫ്ലാഷും കത്തിച്ചുകൊണ്ടാണല്ലോ ഇറങ്ങണേ. കുഞ്ഞാവ പതുക്കെ താഴെ നോക്കി ഇറങ്ങ, താഴെ നോക്കി ഇറങ്ങ. വിടല്ലേ. നേരം പോലും ഇറങ്ങില്ല. തുള്ളിച്ചാടിയിട്ടേ വരാ. ഹലോ, ചുന്തിരി കൊട്ടിയിട്ട് ഇങ്ങോട്ട് വയ്യ. ഓട്ടപ്പല്ലി അടുത്തേക്ക് വന്നാൽ കാണില്ലേ വാവേ. ഇതിന് വൈഡ് ലെൻസ് ഒന്നുമില്ല. ജെർക്കി ഇട്ടിട്ടില്ലല്ലോ. ജെർക്കിൻ വ്ളോഗൊക്കെ നമുക്ക് നോക്കാം. നേരമില്ല മിക്കി മൗസേ. 2 ചെമ്പത്തി പോവാണല്ലോ തലയിൽ. വേഗാവട്ടെ. അതൊന്ന് നേരേക്കാൻ പോയിട്ട് അതിന് സമയം നേരമില്ല. അവന് ഇനിയിപ്പോ നേരം പണി ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ. നീ വന്നിട്ട് ഷേവ് ചെയ്താ പോരെ? മതി. അവനാണിപ്പില്ല. അതിനെ മാത്രം ഉണ്ടോ? ഇല്ല, അവിടെ നോക്കി എനിക്ക് കാണുന്ന കണ്ണില് എൻ്റെ പൊട്ട കണ്ണോട് നോക്കിയിട്ട് എനിക്ക് നല്ല കാണണം. അതിനെ മാത്രം ഉണ്ടോ ഗൈസ്? അതിനെ മാത്രം നരച്ച് കുറച്ച് തന്തക്കൊറ്റടി ആയോ? എന്താ അവസ്ഥ? അടി മാത്രമേ. ശേ, ഇവിടെ ഒന്നും നരപ്പില്ല. ഇവിടെ ഇല്ല, ഇവിടെ നരക്കണില്ല. ഈ ഒരു പോർഷനിൽ മാത്രം നര വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നര വരുന്നുണ്ട്, ഇവിടെ കുറച്ച് നര വരുന്നുണ്ട്. ഇവിടെയും പിന്നിലേക്കൊക്കെ നല്ല കറുപ്പ് കളറാണ്. എന്ത് തേങ്ങയാണ് ഇങ്ങനെ വരുന്നത്? ഒരു ഈവണായിട്ട് വരികയാണെങ്കിൽ ഒറ്റയടിക്ക് പെയിന്റ് അടിച്ച് വിട്ടാൽ മതിയായിരുന്നു. ഇത് പിന്നെ ഷേവ് ചെയ്യല്ലാതെ വേറെ വഴിയില്ല. താടിക്ക് പിന്നെ ഡൈ അടിക്കുന്നത് അത്ര സേഫ് അല്ല. കണ്ണി കണ്ട കെമിക്കൽ എടുത്തിട്ട് മുഖത്ത് തേച്ചിട്ട് വല്ല പാണ്ടും ചൂട്ടും വരാൻ നിൽക്കണ്ടല്ലോ. പച്ചപ്പയറ് അമ്മയ്ക്ക് ഒരു മിനിറ്റ് ഒഴിവില്ല. എന്തെങ്കിലും ആയിട്ട് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ ഇതിൻ്റെ മുകളിൽ കയറ്റി ഉപ്പേരിക്കുള്ള കോവക്ക അല്ലേ? പിന്നെ റെഡി ആവില്ലായിരുന്നു. തമിഴ് വ്ളോഗാ? മലയാളം അത് തെരിയാമ വന്നത് തമിഴ്. അതറിയാണ്ട് വന്നതാ. ഇത് കൺഫ്യൂഷൻ ആവണുണ്ടല്ലോ ഭാഷ.
എനിക്ക് വയ്യ. അപ്പൊ ഞാൻ ഒരു വിചാരിക്കും തമിഴിൽ വേറെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോന്ന്. ഈ എന്തിനാണ് ഇയാൾക്ക് ഈ പൗഡർ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരു കോൺഫിഡൻസിലേ. ഇയാൾക്ക് എന്തിനാ കോൺഫിഡൻസ്? അല്ലെങ്കിൽ നല്ല നിറമുണ്ടല്ലോ. നാളെ ഒരു കൊയ്ക്കാൻ ഇട്ടിട്ട് ശീലമായതുകൊണ്ട് ഇട്ടില്ലെങ്കിൽ ഒരു മാറി. അതാണ് വാങ്ങിച്ചോ അയാൾ അറിയോ? ഇല്ല 20 രൂപയേ ഉള്ളൂ. പിന്നെ ആ കടയിൽ ഇത് വാങ്ങിച്ച കടയിൽ പോയി അയാൾ 400 രൂപ വാങ്ങിച്ചു നോക്കി. നല്ല ഓർമ്മയുണ്ട്. ഇല്ലടാ, അതിന് 20 രൂപയുള്ളൂ സിബ് നന്നാക്കാൻ. വേറെ കടയിൽ പോരാ. അതേ കടയിൽ നിന്ന് ഞാനിപ്പോ വാവക്കുട്ടിയുടെ ലഞ്ച് ബാഗിന്റെ സിബ് നന്നാക്കിയത് 20 രൂപയ്ക്കാണ്. അത്രയും പൈസ ഒന്നും ആയിട്ടില്ല. പിന്നെ എങ്ങനെയാ അയാൾ ഇങ്ങനെ അത്ര വാങ്ങിച്ചു? അത് വേറെ എന്തെങ്കിലും. അയാള് ബാഗ് നന്നാക്കിയിട്ടില്ലല്ലോ, ബാഗിന്റെ പൈസ കൊടുത്തില്ലല്ലോ. അല്ല ബാഗിന്റെ പൈസ കൊടുക്കാണ്ടല്ലേ നമ്മളന്ന് പോന്നേ. ലഞ്ച് ബാഗിന്റെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ജിപേ ക്രെഡിറ്റ് ആയിട്ടില്ല അവർക്ക്. വഴിക്ക് ചെയ്യാൻ പറ്റുമോ? ആ അവര് ശരി. അപ്പൊ ശരിയല്ല. 4 വട്ടം തിരിക്കണം. സിബുകളൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് പോവാ. ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ്. ഹോസ്പിറ്റലിലെത്തി ഗൈസ്. വെയിലിനുള്ള കോട്ട് മാറ്റാനുള്ള നേരമായി. ഇനി അല്പം സുന്ദരനാവണം. അപ്പം നമുക്ക് പോവാം. എഗെയിൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ലാബിലെത്തി. ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ നേരെ കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരാൻ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. അമ്മു ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞങ്ങളിതാ അവിടെ സ്കൂളിലെത്തി വെയിറ്റ് ചെയ്യാണ്. സ്കൂൾ വിട്ടിട്ടില്ല, ഇനിയും 10 മിനിറ്റ് ഉണ്ട്. എന്നാ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? അമ്മ എവിടെ? അമ്മ എവിടെ? അമ്മ എവിടെ? അമ്മ അവിടെ ഉണ്ട്. കണ്ടുപിടിക്ക്. നോക്കി നോക്ക്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാ കാണണ്ടോക്കാ. കണ്ട അമ്മേനെ? അമ്മേനെ കണ്ട? നോക്ക്, ഇവിടെ ഉണ്ട്. ശരിക്കും നോക്ക്. നോക്ക്, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. നോക്ക് എവിടെയാണ്. നാളേക്ക് ലീവാ? എതുക്ക്? എന്തിന്? ഓ കണ്ട ആ മരത്തിന്റെ വീട്ടിലെ കണ്ട? ആ അതന്നെ. അന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടേയില്ല. ഞാനൊന്നും തിരഞ്ഞോണ്ടിരിക്കാം. കണ്ടില്ലേ? പറയണ്ട അയാള്. ഞാൻ മിസ്സിനോട് ചോദിക്കാം എവിടെ പോയല്ലോ ഇതാണ് നോക്കണേ. നമുക്ക് പോവാ മുത്തുമണിയെ. നമ്മളിപ്പോ എന്തിനാണ് ഇവിടെ വന്നത്? ബാഗ് ജിബ് മാറ്റാൻ. പറ. ബാഗ് സിബ് മാറ്റാനാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ സിബ് ശരിയാക്കിയാൽ പിന്നെ തന്നെ തുടക്കുകയാണ്. അടയ്ക്കാൻ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സിബ് മാറ്റാനായിട്ട് വന്നതാണ് അല്ലേ? ആ ഹലോ. അത് വേണ്ട, ചെറുത്. അതേ ചെറുത് 2. ഇതാണ് സൈസ്. ഏതാ എടുക്കുന്നത്? അത്രയും വലുതോ? കുഞ്ഞേത് എടുത്താ പോരെ? ഈ മൊത്തം വെള്ളം കുടിക്കുമല്ലോ. മൊത്തമല്ല, ഒരു അത് വലുതല്ലേ?
വലിയ വായല്ലേ, വാവൊക്കെ പാടെ മുഖത്ത് കൂടെ കൗത്തില്ലേ, എന്തൊക്കെ നോക്കണം? എന്നോ ഇത് വീഴോ? ആ ചിലപ്പോ വീഴും, അടങ്ങിയിരുന്നാല് എങ്ങനെ ഇരുന്നാലും വീഴും. എന്നാ കയറി അച്ഛൻ പഠിക്കുക, ഞാൻ എടുത്തോളാം. അപ്പാ കയറ് കയറ് കയറ്. ഇല്ലല്ല വേണ്ട. സൂപ്പർ. എത്ര ഉയരത്ത് കയറി ഇരുന്ന് നോക്കി, ഇനി വീഴില്ല. കയറുമ്പോഴേ വീഴുള്ളൂ, ഇളകുമ്പോൾ. പ്ലീസ്. അടങ്ങിയിരിക്കുമ്പോൾ വീഴില്ലല്ലോ, അടങ്ങിയിരുന്നാ മതി. വീഴാതെ സന്ന വീഴാതെ. എത്ര ഹൈറ്റ് അല്ലേ, ഇങ്ങനെ കൊത്തിപ്പിടിച്ച് കയറിയത്, എങ്ങനെ കൊത്തിപ്പിടിച്ച് കയറി. ഇതിലൂടെ കോണിപ്പാടിയില്ലേ, അതിൽ ചവിട്ടി കയറിയല്ലേ. അവിടെ പൊടിയില്ലേ, പൊടി പാലിൽ കലക്കണ പൊടി, ഓ അത് വാങ്ങാൻ വന്നതാണ്. ഉണ്ടോ, ഇതിലുണ്ടാവും പൊടി പൊടിച്ച്. അല്ല നെയിൽ പോളിഷ് ആ അച്ഛനറിയില്ല അത് എന്താണാവോ. അത് അതൊക്കെ കണ്ടതൊക്കെ വേണ്ടി വരും അല്ലേ? അത്ര രസം വേണ്ടേ, അതൊക്കെ കാണുന്നതൊക്കെ വാങ്ങേണ്ടി വരും. குழந்தைய கை வைக்காதீங்க, அது அப்படி இருக்கட்டும். எந்த இது மூணுமே சேர்த்து 450. அது மூணுமே 450யா? 151. வாங்கிக்கிறேன் வழியில். അങ്ങനത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്ക് 7:15 കഴിഞ്ഞു, 7:30 ആവാറായി. അപ്പോൾ ഏകദേശം ഡിന്നറൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ടെൻഷനില്ല. ഇനി ഇതേ കുളിക്കണം, രണ്ടുപേരും കുളിക്കാൻ പോകാൻ നിൽക്കുകയാണ്. ആ പോരെ, ഇനി ഡിന്നർ വേണോ? ആ എഗൻ യു വാണ്ട് ഡിന്നർ? ആ ഓക്കെ ഓക്കെ, അപ്പോൾ ഒരു ഡിന്നർ കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദോശ നിങ്ങൾക്ക് എറണാകുളത്താകുമ്പോ പോയതല്ലേ, ദോശ ഉണ്ടാക്കി തരട്ടെ? എനിക്കൊരു ദോശ വേണ്ട. ഇതെന്താ വേണ്ടേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. അങ്ങനെ പറയില്ലേ, എനിക്കൊന്നും വേണ്ടേ. ദോശ വേണ്ടേ? ദോശ വേണ്ട. വേണ്ട. പിന്നെന്താ വേണ്ടേ? ഇതൊന്നും വേണ്ട. പറേ പോയത് ഇവിടെ ആരുമില്ല, അടുത്തൊന്നും ഒരു മനുഷ്യനില്ല. പേടിച്ചിട്ടാണ് ഈ വെളി വിളിക്കുന്നത്. ഞാനും മോൻ്റെ വർത്താനം കേട്ടിട്ട് മോന്തൊക്കെ ഒന്നാട് കൊടുക്കാൻ തോന്നിക്ക്. ഞാനെന്താ പറഞ്ഞേ, ഞങ്ങളിവിടെ അടുത്ത കടയിലുണ്ടെന്നല്ലേ ഇപ്പൊ വരുന്നല്ലേ പറഞ്ഞേ? കടയിൽ സാധനം വാങ്ങാൻ കരുതല്ലേ? കാല് പൊട്ടിപ്പോയി എല്ലാവരും മാത്രം ഒറ്റയ്ക്കുള്ളൂ ഇവിടെ. ഒറ്റയ്ക്കിരുന്ന് പേടിയായോ? അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ അവന്റെ വർത്താനം കേട്ടിട്ട് എന്താണ്, ഇവിടെ അടുത്ത കടയിലാണ് ഇപ്പൊ വരുന്നല്ലേ പറഞ്ഞേ, അല്ലാണ്ട് എന്താ പറഞ്ഞേ? അതിനപ്പോ ഇങ്ങനെ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കണേ. ഞാൻ പറഞ്ഞില്ലേ 7 മണി എങ്ങനെയാവുന്നു വരാൻ? 10 മണി ആയിക്കോട്ടെ, അതല്ല നല്ലത്. ഇതിന് എത്ര നാത്തോണ്ട് പോന്നെ? 10 മണിയാവണം വരാൻ. പോയ അങ്ങനെയല്ലേ വരവ്. ആരും പേടിക്കാനില്ലാത്തിട്ട് ആ പണിയാണ്. അയ്യോ 7 മണി 7:30 ആയിട്ട് ഇല്ലേ? ഒക്കെ ആരും പൊട്ടി പോയിക്കൊണ്ട് അപ്പോഴേക്ക് പേടിയെ തുടങ്ങിയ മൃഗം ഇല്ലാത്ത ബലമൊന്നല്ല. ഒന്നും മുണ്ടും പറയുന്നു. അങ്ങനെ പാരും കള്ളന്മാരൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ, കുറച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് അമ്മയ്ക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കണം. അവർ രണ്ടുപേരും ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുളി കഴിഞ്ഞു, ഞാൻ നേരെ വർക്കിലേക്ക് തിരിഞ്ഞു. എന്ന് വർക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യണം. അപ്പോൾ കുട്ടി വ്ളോഗായിരിക്കും. കുട്ടി വ്ളോഗ് ഇതാ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്. അമ്മുവിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട്